തിരച്ചിലിനോട് കർണാടക സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് കല്യാശ്ശേരി എം.എൽ.എ. എം. വിജിൻ. തിരച്ചിൽ പൂർണ്ണമായും നിർത്തിയ അവസ്ഥയാണ്. തിരച്ചിൽ തുടരണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എം. വിജിൻ എം.എൽ.എ. ജനം ടിവിയോട് പ്രതികരിച്ചു. ഷിരൂരിൽ നിന്നും ആനന്ദ് പുത്തൂർ റിപ്പോർട്ട്. നമ്മളോടുകൂടെ ഇപ്പോൾ ചേരുന്നത് കല്യാശ്ശേരി എം.എൽ.എ. എം. വിജിനാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം, അല്ലേ? അല്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ആശങ്കപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള നീക്കമാണ്. പിന്നീട് മീറ്റിംഗ് നടത്തി പറഞ്ഞു ഞങ്ങൾ വെള്ളത്തിലുള്ളതില്ല, കരയിൽ നടത്തുമെന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇത് നിർത്താനുള്ള നീക്കമാണ്. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിറകിൽ JCB ഉണ്ട്, പക്ഷേ അവർ ശ്രമിക്കുന്നത് എന്താ? ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തിടുക്കം മാത്രമാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കരയിലും ഒരു സംവിധാനവും ഇല്ല, ജലത്തിലും, അതായത് പൂർണ്ണമായി അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ നിന്ന് വിദഗ്ധ സംഘം പുറപ്പെട്ടിട്ടുണ്ട്, രാത്രിയോടുകൂടി അവരെത്തും. പക്ഷേ അവർ പരിശോധിക്കട്ടെ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ആ സംവിധാനത്തിൻ്റെ ഫീസിബിലിറ്റി പരിശോധിച്ച് അത് ശരിയാവുകയാണെങ്കിൽ നാളെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ തുടങ്ങുക. അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത സംവിധാനങ്ങളുണ്ട്, അതൊന്നും ഇവിടെ എത്തിച്ചിട്ടില്ല. അതൊക്കെ എത്തിച്ചുകൊണ്ട് തുടരുക എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു സംവിധാനവും ഇല്ല. ഒരു പോലീസ് ഓഫീസർക്ക് ഇവിടെ ചുമതല കൊടുത്തു എന്നതിനപ്പുറം ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും ഞങ്ങളും മാത്രമാണ്. ജിതിനും ഉണ്ട്, അർജുൻ്റെ കുടുംബം ഇവിടെയുണ്ട്, നമ്മൾ മാത്രമാണ് നിൽക്കുന്നത്. ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എം.എൽ.എ. പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ ആരംഭിച്ചിട്ടില്ല. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിൽ രാവിലെ മുതൽ തിരച്ചിലുണ്ടാകും, തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തില്ല എന്നാണ്. പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ ഉണ്ടാവില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് നിലവിൽ സ്ഥലത്തുള്ളത്.